ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ +2 VHSC പോലുള്ള കോഴ്സുകളെ പ്രത്യേകം ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ കോഴ്സുകൾ ഡിഗ്രി കോഴ്സുകൾക്ക് മുമ്പായിട്ടുള്ള ഒരു രീതിയിലുള്ള പ്രിപ്പറേറ്ററി കോഴ്സാണ്. അതോടൊപ്പം 10th ഡിഗ്രിയും തമ്മിൽ ബ്രിഡ്ജ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ സിലബസ് പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഡിഗ്രി കോഴ്സ് പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യണം എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. +2 കഴിഞ്ഞും നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻസും ഡിപ്ലോമ കോഴ്സും ചെയ്യാം. പക്ഷേ അതിൽ കൂടുതൽ എഫക്റ്റീവ്നെസ് കാണുന്നത് ഡിഗ്രിക്ക് ശേഷമാണ്. മെയിനായിട്ടും മിനിമം ക്വാളിഫിക്കേഷൻ എന്നുള്ളത് ഇപ്പോൾ ഡിഗ്രി ബാച്ചിലേഴ്സ് കോഴ്സ് ആയതിനു ശേഷം. പ്രത്യേകം മനസ്സിലാക്കാനുള്ളത് PG മാസ്റ്റേഴ്സ് കോഴ്സിന് പുതിയ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം അതിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതായത് UG കോഴ്സുകളുടെ ദൈർഘ്യം 3 വർഷം മുതൽ 4 വർഷം വരെ എത്തിച്ചതിന് ശേഷം. മനസ്സിലാക്കാനുള്ള ഒരു പ്രത്യേക കാര്യം എന്നുള്ളത് ഡിഗ്രിക്ക് ശേഷം ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ്. അത് ഏത് ഡിസിപ്ലിനായാലും ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. പല സർട്ടിഫിക്കേഷൻ കോഴ്സുകളുടെയും എലിജിബിലിറ്റി +2 ആണ്, ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനാണ്. ഈ രീതിയിലുള്ള സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ സെലക്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിഗ്രി മിനിമം ക്വാളിഫിക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെ കോമ്പറ്റീഷൻ കുറഞ്ഞിട്ട് വരും. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമിൻ്റെ സർട്ടിഫയിങ് ബോഡീസാണ്. NSTC, ISO പോലുള്ള കാര്യങ്ങൾ അവിടെ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമിൻ്റെ മിനിമം ക്വാളിറ്റി ഗ്യാരണ്ടീഡാണ്. മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം നൽകുന്ന സിലബസാണ്. അതായത് ഏതൊക്കെ കോഴ്സുകളാണ് അടങ്ങിയിട്ടുള്ളത്, ഇത് ഇൻഡസ്ട്രി റെലവൻ്റ് ആണോ എന്നുള്ളതാണ്. സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം എന്നുള്ളത് തീർച്ചയായിട്ടും ജോലിക്ക് വേണ്ടി വളരെ ഫോക്കസ്ഡായി പഠിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നാലാമത്തെയും അവസാനത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ കോഴ്സ് നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് പ്ലേസ്മെൻറ്റ് സർവീസ് നൽകുന്നുണ്ടോ എന്നുള്ളതാണ്. പലപ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒഴുക്കൻ മട്ടിൽ പറയാറുണ്ട് പ്ലേസ്മെൻറ്റ് സർവീസ് ഉണ്ട്, സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ. പക്ഷേ അവർ ഇൻ്റർവ്യൂ വരെ എത്താനുള്ള സാഹചര്യം പോലും നേടിക്കൊടുക്കാറില്ല എന്നുള്ളതാണ്. പലപ്പോഴും പ്ലേസ്മെൻറ്റ് സർവീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടീച്ചിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ അതല്ല, മറിച്ച് നല്ല കമ്പനികളിലും മൾട്ടിനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും ഒക്കെ നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി നൽകുന്ന കാര്യമാണ് തീർച്ചയായിട്ടും ഈ രീതിയിലുള്ള സർട്ടിഫിക്കേഷൻസ് നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നൽകേണ്ടത്. ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഡിഗ്രിക്ക് ശേഷം സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത്.